മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജുമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആക്ടിവിറ്റി 1 നോക്കാം. യു നോ ദാറ്റ് ഓൾ ഫ്ലവേഴ്സ് ആർ നോട്ട് സിമിലർ. ഇൻ മെനി വേയ്സ് ദേ ആർ ഡിഫറെൻറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലവർ വിത്ത് ഓൾ ദ 4 പാർട്സ് കാലക്സ്, കൊറോള, ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ഈസ് എ ഡാഷ് ഫ്ലവർ. കംപ്ലീറ്റ് ഫ്ലവർ ആണ്. ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടും ഒക്കെ ഉള്ള ഒരു ഫ്ലവറിനെ കംപ്ലീറ്റ് ഫ്ലവർ എന്നാണ് പറയുന്നത്. ദ മെയിൻ പാർട്ട് ഓഫ് എ ഫ്ലവർ ആർ പാർഷ്യലി ടാബുലേറ്റഡ് ബിലോ. താഴെ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ മെയിൻ പാർട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ എഴുതാനുള്ളത്. പെഡിസെലിൻ്റെ ഫങ്ഷൻ അറ്റാച്ച് ഫ്ലവർ ടു ദ സെം. കാലിക്സിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ട് ദ ഫ്ലവർ ബൈ കവറിങ് ഇറ്റ്. ആൻഡ്രോസിയം മെയിൽ reproductive part of the flower. Gynosium female reproductive part of the flower. ഇനി അടുത്തത് picture of a shoe flower is given below. Label the marked parts. നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി 4 പാർട്ട് തന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമാണത്. അപ്പോൾ ആന്തർ, പെറ്റൽ, സെപ്പൽ, ഗൈനോസിയം ഇതെല്ലാമാണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. വേർ ആർ ദ പോളൻ ഗ്രെയിൻസ് സീൻ ഇൻ ദ ഫ്ലവർ. ഫ്ലവറിൽ എവിടെയാണ് പോളൻ ഗ്രെയിൻസ് കാണുന്നത്? അത് ആന്തറിലാണ് കാണുന്നത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആൻസറാണ്. മെയിൽ ഫ്ലവേഴ്സ് ആർ ദ ഫ്ലവേഴ്സ് വിത്ത് ആൻഡ്രോസിയം ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവർ വിത്ത് ഗൈനോസിയം ഓൺലി. ദേ ഗെറ്റ് പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ മെയിൽ ഫ്ലവേഴ്സ് ഓർ ഫ്രം ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്. ഇനി വാട്ട് ആർ ദ യൂണിസെക്ച്വൽ ആൻഡ് ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്? ഗിവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഇത് സി ക്വസ്റ്റ്യൻ ആണ്. ഫ്ലവേഴ്സ് വിച്ച് പോസസ് എയ്തർ ആൻഡ്രോസിയം ഓർ ഗൈനോസിയം ആർ യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ്. ഒന്നെങ്കിൽ ആൻഡ്രോസിയം ഉണ്ടാവും അല്ലെങ്കിൽ ഗൈനോസിയം ഉണ്ടാവും. അങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ് യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഏതെങ്കിലും ഒന്ന് മാത്രമുള്ളത് യൂണിസെക്ച്വൽ ആണ്. ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ദ സെയിം ഫ്ലവർ. ഒരേ പൂവിൽ തന്നെ ആൻഡ്രോസിയം ഗൈനോസിയം മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഉണ്ടെങ്കിൽ അതിനെ ആണ് ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് പറയുന്നത്. 2 സെക്സും ഉള്ളത്. ഇനി ആക്ടിവിറ്റി 3. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ എ ഫ്ലവർ ദ ഓവറി ബിക്കംസ് എ ഫ്രൂട്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം ആ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലവേഴ്സ് ഹാസ് മോർ ദാൻ 1 ഓവറി. ഒന്നിലധികം ഓവറീസ് ഉള്ള ഫ്ലവേഴ്സ് ഏതിലാണ് ഉണ്ടാവുക? മാംഗോ, ബിറ്റർ ഗാർഡ്, ലേഡീസ് ഫിംഗർ, കസ്റ്റർഡ് ആപ്പിൾ. ഇതിനകത്ത് കസ്റ്റർഡ് ആപ്പിളിനാണ് ഒന്നിലധികം ഓവറീസ് ഉള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുക. വാട്ട് ആർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്? ഗിവ് ടു എക്സാമ്പിൾ. അതിൻ്റെ ആൻസർ ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നതാണ്, റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതാണ്. ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻ inflorescence are combined together to a single flower. Such fruits are called multiple fruits. Example: pineapple, wild jackfruit, breadfruit are multiple fruits. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ ഫോളോയിങ് ഫ്രൂട്ട്സ്. താഴെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. അതൊന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ഫ്രൂട്ട് മാംഗോ, ഗുവാവ, പപ്പായയാണ്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് കസ്റ്റർഡ് ആപ്പിൾ, പോളിയാത്തിൽ ഫ്രൂട്ട് സ്ട്രോബെറി. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ബ്രെഡ് ഫ്രൂട്ടും പൈനാപ്പിളും ആണ്. സ്യൂഡോ ഫ്രൂട്ട് കാഷ്യൂ ആപ്പിളും. ഇനി ആക്ടിവിറ്റി 4. യു ഹാവ് ലേൺ ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഈസ് എ മിക്സ്ചർ. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു ഒരു മിശ്രിതമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വിച്ച് കോമ്പോണൻറ്റ് ഓഫ് ദ എയർ ആർ ബീങ് യൂസ്ഡ് in the activities such as respiration and photosynthesis. അതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള ആൻസറാണ്. ലിവിങ് ബീങ്സ് യൂസ് ഓക്സിജൻ ഫ്രം എയർ ടു ബ്രേക്ക് ഡൗൺ ഫുഡ് ആൻഡ് റിലീസ് എനർജി ഇൻ റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ സമയത്ത് ലിവിങ് തിങ്സ് ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി എയർ ടു മേക്ക് ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ബേണിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്? പ്ലാസ്റ്റിക് വേസ്റ്റ് ബേൺ കത്തിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന്? വെൻ പ്ലാസ്റ്റിക് ബേൺസ് പോയ്സണസ് ഗ്യാസസ് ഹാർംഫുൾ ടു ലിവിങ് ഓർഗാനിസംസ് ആർ പ്രൊഡ്യൂസ്ഡ്. റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് എവേ ഓർ ബേണിംഗ് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് നേച്ചർ കൺസർവേഷൻ. അതായത് പ്ലാസ്റ്റിക്കുകൾ നമ്മൾ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യുന്നതിന് പകരം. അതാണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ആൻസർ എയ്തർ എ ഓർ ബി. ആക്ടിവിറ്റി 5 എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി.
ഇതിൻ്റെ ആൻസർ വൈ ഡു ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്? ഗ്യാസിനും ലിക്വിഡിനും എന്തുകൊണ്ടാണ് പ്രത്യേക ഒരു ഷേപ്പ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ബിക്കോസ് ദർ മോളിക്യൂൾസ് ആർ ലൂസ്ലി പാക്ഡ്. അവരുടെ മോളിക്യൂൾസ് ലൂസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ എ പ്യുവർ സബ്സ്റ്റൻസ്? ഗിവ് എക്സാമ്പിൾ. ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എക്സാമ്പിൾ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്യുവർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ്. മിക്സ്ചേഴ്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇൻ ദം. മിക്സ്ചറിന് വ്യത്യസ്തമായിട്ടുള്ള മോളിക്യൂൾസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി യൂസ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് ഇൻ മെനി സിറ്റുവേഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ്? അയൺ പൗഡർ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് യൂസിങ് ഡാഷ്. അപ്പോൾ അയൺ പൗഡർ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയൺ പൗഡർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ മൂലമാണ്. രണ്ടാമത്തത് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം ദ കേർഡ്. അത് ചേർണിംഗ് ആണ്. ചേർണിംഗ് ചെയ്യുമ്പോഴാണ് ബട്ടർ സെപ്പറേറ്റ് ആകുന്നത്. ടു സെപ്പറേറ്റ് സോളിഡ് ഫ്രം എ ലിക്വിഡ് ചേർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനവിടെ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ടു സെപ്പറേറ്റ് സോളിഡ് ഫ്രം എ ലിക്വിഡ്, ഒരു ലിക്വിഡിനെ സോളിഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ചേർണിംഗ് ചെയ്യണം. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് എ നാച്ചുറൽ ഡ്രിങ്ക് കൺസ്യൂം ഡ്യൂറിങ് സമ്മർ. സമ്മറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഡ്രിങ്ക്, ഒരു പ്രകൃതിദത്തമായ ഒരു ഡ്രിങ്ക് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് ഫെർമെൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫെർമെൻറ്റേഷൻ ബൈ ബട്ടർ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കുക. അതെന്ത് ചെയ്യും? ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടും. മിൽക്കിനെ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6th ബി ആണ്. എയും ബിയും ഉണ്ട്. 6th ക്വസ്റ്റ്യനിൽ എയും ബിയും ഉണ്ട്. അതിനകത്ത് എ ക്വസ്റ്റ്യൻ ആണ്, ദ ബോഡി ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഡാഷ് ക്യാൻ ബി യൂസ് ടു ഒബ്സർവ് സെൽ. ഇപ്പോൾ സെല്ല് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? മൈക്രോസ്കോപ്പാണ്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് എ സ്ലൈഡ് ടു ഒബ്സർവ് ദ ചിക്ക് സെൽ. ചിക്ക് സെൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് പേജ് നമ്പർ 105 എക്സ്പെരിമെൻ്റ് ആണ്. അതൊന്ന് പഠിക്കുക. അത് വലിയൊരു ആൻസർ ആയതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാത്തത്. അതൊന്ന് പഠിക്കുക കേട്ടോ. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ പ്രിപ്പറേഷനും ഒന്ന് പഠിക്കുക. വാട്ട് ആർ യൂണിസെല്ലർ ഓർഗാനിസംസ്? വൈ കാൻ വി സീ ദം വിത്ത് നേക്കഡ് ഐസ്? യൂണിസെല്ലർ ഓർഗാനിസം എന്തുകൊണ്ടാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്? യൂണിസെല്ലർ ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ഓൺലി വൺ സെൽ. ആസ് ദ നമ്പർ ഓഫ് സെൽസ് ഇറ്റ്സ് ലെസ് വി കനോട്ട് സീ ദം വിത്ത് നേക്കഡ് ഐസ്. അപ്പോൾ സെല്ലുകളുടെ എണ്ണം കുറവായതുകൊണ്ട്, വളരെ ചെറുതായതുകൊണ്ടും നമുക്ക് അവയെ കാണാൻ സാധിക്കില്ല. ഇനി ബി പാർട്ടാണ്. You have observed the water collected from pond or paddy fields with the help of suitable instruments. Which of the following is a multicellular organism? അപ്പോൾ ഒരു പാടത്തിൽ നിന്നോ ഒരു കുളത്തിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത വെള്ളത്തിൽ പല സൂക്ഷ്മജീവികളും ഉണ്ടാകും അല്ലേ? ഇതിൽ ഏതാണ് മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസം? ഏതാണ്? അമീബ, പാരമേഷ്യം, ഗുലേന, ഇതെല്ലാം എന്താണ്? യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്. ലീച്ച് മാത്രമാണ് മൾട്ടി സെല്ലുലർ ഓർഗാനിസം. വാട്ട് ആർ ദ ലൈഫ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസം എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിന് ആൻസർ മൂവ്മെൻറ്റ്, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ എക്സെട്ര. ഇതെല്ലാമാണ് നമ്മുടെ ലൈഫ് പ്രോസസ്സ്. അതുപോലെ റീപ്രൊഡക്ഷനും ഉണ്ട്. യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആർ സ്മോളർ സെൽസ് ആൻഡ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആർ ലാർജർ സെൽസ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇപ്പോൾ യൂണിസെല്ലുലർ ഓർഗാനിസത്തിന് വലിയ സെല്ലുകളും മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിന് ചെറിയ സെല്ലുകളുമാണ്. നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. The size of cells do not depend on whether the organism is unicellular or multicellular. Unicellular organisms like paramecium have large cells too. Humans have tiny cells like blood cells. It is the increase in number of cells give larger size to the organism, not the size. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. യൂണിസെല്ലുലർ ഓർഗാനിസത്തിനും പാരമേഷ്യത്തിനും വലിയ സെല്ലാണുള്ളത്. പക്ഷേ സെല്ലിൻ്റെ വലിപ്പമല്ല നമ്മുടെ ഒരു യൂണിസെല്ലുലർ ഓർഗാനിസം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിന് വലുതായിട്ട് കാണിക്കുന്നത് സെല്ലിൻ്റെ നമ്പറാണ്. എണ്ണം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിനെ വലുതായിട്ട് കാണിക്കുന്നത്. അതാണ് ആൻസർ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.